ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്നൊരു സ്പെഷ്യൽ ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 8 കപ്പോളം ചക്ക അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇന്ന് ചക്ക വേവിക്കുന്നത് ഒരു കൽച്ചട്ടിയിലാണ്. അതിനായിട്ട് ആദ്യം കൽച്ചട്ടിയിലേക്കൊരു 2 കപ്പ് വെള്ളം എടുത്തു. ഇത്രയും ചക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്തു. ഇത് നമ്മൾ സാധാരണ പുഴുക്കിന് അരിയുന്ന പോലെ അല്ല അരിയുന്നത്. കുറച്ച് കനത്തിലും കുറച്ച് നീളം കുറച്ചുമാണ് അരിഞ്ഞിരിക്കുന്നത്. ചക്ക വട്ടത്തിൽ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് സാധാരണ വേകുന്നതിലും കുറച്ച് കൂടുതൽ നന്നായിട്ട് വേകണം, വെന്ത് കുഴഞ്ഞു കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തു. ഇനി നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേകുന്ന ചക്കയാണ് ഈ പുഴുക്കിന് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആ വേവുന്ന സമയത്തിന് അരപ്പും തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഞാനിവിടെ 1 മുറി ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു തേങ്ങയുടെ പകുതി. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ആയാലും കുഴപ്പമില്ല. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അരപ്പിലേക്ക് ചുവന്നുള്ളി ചേർത്തിട്ടില്ല, വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ചുവന്നുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 4-5 ചുവന്നുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ചതച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം തീ ഏറ്റവും കുറച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കാം. അരപ്പിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറി. അപ്പോൾ ഒന്ന് ആവി കയറിയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് പച്ചക്കറിവേപ്പിലയും 1-2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് തയ്യാറായി. സാധാരണ പുഴുക്കിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ പുഴുക്കിന്. അപ്പോൾ എപ്പോഴും ഈ പുഴുക്കിലേക്ക് ചക്ക എടുക്കുമ്പോൾ നന്നായിട്ട് വേകുന്ന ചക്ക എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ സാധാരണ പുഴുക്ക് കഴിക്കുന്ന പോലെ തന്നെ അച്ചാറോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ വെജ് കറി ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ പഴങ്കഞ്ഞിയുടെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ പക്ഷേ ഇന്ന് ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ഈ കുഴച്ച് പുഴുക്കിൻ്റെ കൂടെ സാധാരണ തയ്യാറാക്കുന്ന ഒരു മുരിങ്ങയില ചമ്മന്തിയാണ്. കുഴച്ച് പുഴുക്കും മുരിങ്ങയില ചമ്മന്തിയും കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ചമ്മന്തി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന പോലെ തന്നെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചുവന്നുള്ളി, 4-5 ചുവന്നുള്ളി എടുത്താൽ മതി. അത് ഞാനൊന്ന് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ചമ്മന്തി തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചമ്മന്തിക്ക് കടുക് താളിക്കുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം.
കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. വളരെ കുറച്ച് കറിവേപ്പില ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളി, 6-7 ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് ചേർത്തു. അത് കുറച്ചൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴാണ് നമുക്കിനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ചുവന്നുള്ളി ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുരിങ്ങയിലയാണ്. 1 പിടി മുരിങ്ങയിലയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മുരിങ്ങയില നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പം മുരിങ്ങയില ആവശ്യത്തിന് മൂത്തു. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ്, തേങ്ങയും ചുവന്നുള്ളിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതാണ്. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇനി അതിൻ്റെ പാകം നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. കുറച്ച് കുറുകിയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് പോരായെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും സിമ്മിലാക്കി വെക്കുക. ഒരുപാടങ്ങ് പതഞ്ഞ് തിളച്ച് പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചമ്മന്തി നന്നായിട്ട് ചൂടായി ഒന്ന് പതയാൻ തുടങ്ങി. ഇത് മതി. അപ്പോൾ അത് പൊട്ടുന്നതിന് മുമ്പ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചക്കപ്പുഴുക്കും മുരിങ്ങയില ചമ്മന്തിയും കൂടെ ചേർത്ത് വാഴയിലയിൽ വിളമ്പാം. ഇതെപ്പോഴും നല്ല ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണം. തണുത്ത് കഴിഞ്ഞാലും കഴിക്കാം, പക്ഷേ ചൂടോടെ കഴിക്കുന്ന അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചക്കപ്പുഴുക്ക് വിളമ്പിയതിന് ശേഷം ആ വിളമ്പുന്ന തവി കൊണ്ട് തന്നെ അതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കുക. ആ കുഴിയിലേക്കാണ് നമ്മൾ തയ്യാറാക്കിയ മുരിങ്ങയില ചമ്മന്തി വിളമ്പേണ്ടത്. ഇങ്ങനെ വിളമ്പുന്ന സമയത്ത് ചമ്മന്തി ഒരുപാട് അങ്ങ് ഒഴുകിപ്പോകാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ട് ചമ്മന്തി തയ്യാറാക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി ഈ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ചക്കപ്പുഴുക്ക് ചമ്മന്തിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ആ മുരിങ്ങയിലയുടെ നല്ലൊരു ഫ്ലേവർ ചമ്മന്തിക്കുണ്ട്. അത് ആ വഴറ്റുന്ന സമയത്ത് മുരിങ്ങയില അത്യാവശ്യം ഒരു ക്രിസ്പി ആകുന്നത് വരെ എണ്ണയ്ക്കകത്തുനിന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ ചമ്മന്തിയിലേക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.